ഹമാസിന് വേണ്ടി ഇവര് ഓശാന പാടിയത് ഇവിടെ നമ്മളെല്ലാവരും കണ്ടതാണ്. ക്രിസ്ത്യൻ സ്കൂളുകളിൽ കോളേജുകളിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഇതില് പ്രശ്നം അടിസ്ഥാനപരമായി ഒരു കൂട്ടരെ പ്രീണിപ്പിക്കുക എന്നുള്ളത് അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അടിസ്ഥാനപരമായുള്ള പ്രശ്നം അത് എപ്പോഴും ആ ലൈനാണ് എടുത്തു പോന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് ഈ നിയമം, ഇതുപോലൊരു നിയമം എങ്ങനെ ഉണ്ടായി എന്ന് ഗൗരവമായി നിയമം ഒറ്റ പ്രാവശ്യം ഒന്ന് വായിച്ചാൽ ഞാൻ അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിലെ ഈ ഒരൊറ്റ വഖഫ് നിയമം കയ്യിലെടുത്ത് ഇത് വായിച്ചതിന് ശേഷം എനിക്ക് എന്റെ മനസ്സിൽ വന്നിട്ടുള്ളതും ഇതുവരെയുള്ള നിലപാടും ഇതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ പാർട്ടിയായി ഞാൻ കരുതുന്നത് കോൺഗ്രസിനെയാണ്. എന്താ പറഞ്ഞത് ശരിയല്ലേ? ഇതൊന്നും ആർക്കും അറിയില്ലെന്നാ വിചാരം. അത് കോൺഗ്രസിന്റെ ഉള്ളിലുള്ള പ്രശ്നമല്ല, മറിച്ച് കോൺഗ്രസ് പൂർണ്ണമായും ഒരു വിഭാഗത്തിന് തങ്ങളെ തന്നെ, തങ്ങളുടെ ആശയങ്ങളെയും തങ്ങളുടെ ധാരണകളെയും ഒക്കെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്ത് വളരെ നാശകരമായ ഒരു അവസ്ഥയിലേക്ക് ഭാരതത്തെ കൊണ്ടെത്തിച്ചു എന്നതാണ്. ഉള്ള കാര്യം നേരെ അങ്ങ് പറയുകയാണ്. കാടൻ നിയമമെന്നും കിരാത നിയമമെന്നും പറഞ്ഞത് റെജി ലൂക്കോസ് സാറാണ്. വളരെ സത്യമാണ്. ഭരണഘടനാ വിരുദ്ധം, മതേതര വിരുദ്ധം, ജനാധിപത്യ വിരുദ്ധം. അത് കറക്റ്റാണ്. എന്നിട്ട് പക്ഷേ രണ്ടു കൂട്ടരും കൂടി അത് അമെൻഡ് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇടതിനുമുള്ള ഈ ഒരു അസ്കിതം മനസ്സിലാകുന്നത്. അപ്പോ ഇവിടെ നിങ്ങൾ രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നു. നിങ്ങൾ കോക്കാച്ചി പറയുന്നു, വന്നത് കോക്കാച്ചിയാണ്, ഇയാള് കോക്കാച്ചിയാണ്, ഇത് മുക്കണ്ണനാണ്. മുനമ്പത്ത് ഈ ജനം വലയുകയാണ് സാർ. 2 വർഷവും 9 മാസവുമായി അവർക്ക് തങ്ങളുടെ വസ്തുക്കളുടെ മേൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല രീതിയിൽ ഇവിടെ ഒരു കിരാതമായ നിയമം ഉണ്ടാക്കി വെച്ചു. അത് തുടരുത് എന്ന് കടുത്ത നിർബന്ധം നിങ്ങൾക്ക്. ഞങ്ങളുടെ ചിറകരിയാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത് എന്നാണ് മുനമ്പത്തെ ജനം ചോദിക്കുന്നത്. താൻ എന്തിനാണോ പുല്ലേ ഒരു പിശാചിനെ പോലെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പിന്തുടരുന്നത്? ഇപ്പോഴുള്ള ജനത്തെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ഈ 2 മുന്നണികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യമുണ്ടെന്നേ. അതിന്റെ ഒരു റിഫ്ലക്ഷൻ അഭിമന്യ പിതാവ് ഇന്നലെ ഈ പറഞ്ഞ പോലെ ശ്രീ ഫാദർ ഇവിടെ നേരത്തെ മതമേലധ്യക്ഷന്മാർ അടക്കം പറഞ്ഞതുപോലെ ഇവിടെ ആ ഒരു വികാരം 2 മുന്നണികൾക്കെതിരെയും ഉണ്ട്. ഇതുവരെ കാലാകാലങ്ങളായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാതെ മാറി ചിന്തിക്കണമെന്ന് പറയുന്നിടത്താണ് BJP പ്രതീക്ഷ അർപ്പിക്കുന്നത്. അങ്ങനെയാണോ ഉദ്ദേശിച്ചത് സഭ? എനിക്ക് പിതാക്കന്മാരുടെ വാക്കുകൾ നിങ്ങൾ ഒരു കാര്യം എനിക്ക് അതിൽ നിന്ന് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയും. ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും CPM-ലും കോൺഗ്രസിലും ക്രൈസ്തവർക്ക് പ്രതീക്ഷ ഇല്ല എന്ന കൃത്യമായ ധ്വനിത്തിൽ ഉണ്ട്. അതിനെ തേച്ചു മാറ്റി കളയാമെന്ന് വിചാരിച്ചാലൊന്നും നടക്കില്ല. ഇപ്പൊ ജയസൂര്യ എന്തൊരു സ്നേഹമെന്ന് ആലോചിച്ചിട്ടുണ്ട്. ജയസൂര്യ, നിങ്ങൾ ആദ്യം ഇവിടെ ഈ ക്രിസ്ത്യാനിയുടെ സുഹൃത്തെന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ആ മധ്യപ്രദേശിൽ നിങ്ങൾ ഭരിക്കുന്ന UP-ലൊക്കെ ആ ആന്റി കൺവെൻഷൻ ബില്ലെന്ന് മാറ്റുന്ന നീ എന്ത് പറഞ്ഞാലും കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തതയുണ്ട്. പിന്നെ മയ്യാറ്റ പാർലമെന്റിൽ ബില്ല് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമ്മളൊരു ബില്ല് വന്നു കഴിഞ്ഞാൽ പ്രൊസീജിയർ എങ്ങനെയാ നിയമസഭയിലൊക്കെ അതിനെ ആദ്യം എതിർക്കും. അതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടിട്ടാ. അതുകൊണ്ടൊക്കെയാ നീ ഇവിടെ വരെ എത്തിയത്. എതിർക്കുന്നത് എന്തിനു വേണ്ടിയാ? ചർച്ചയ്ക്ക് വേണ്ടിയാണ്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. BJP മീൻപിടിക്കാൻ പറ്റരുത്, അതിന് കൂട്ടൊരു നിലപാട് LDF എടുക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. അതായത് ബഹുമാനപ്പെട്ട അച്ഛൻ അത് അവസാനം സ്ഥിരീകരിച്ചത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. അച്ഛനെ എനിക്ക് ഏറെ റെസ്പെക്ട് ഉള്ള, ഞാൻ വളരെയധികം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അച്ഛനെ പോലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളാണ് ഈ കേരളം നിലനിന്ന് പോകുന്നത്. BJP വോട്ട് ചെയ്യാൻ രാഷ്ട്രീയം ഇംപ്ലിമെന്റ് ചെയ്ത് വർഗീയ കലാപം ഉണ്ടാക്കാനും വർഗീയ ഭിന്നിപ്പ് ഉണ്ടാക്കി മുതലെടുക്കാനും മുസ്ലിം സമൂഹത്തിനെ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിനെ, ഹിന്ദു കമ്മ്യൂണിറ്റിയെ തമ്മിലടിപ്പിക്കാനുള്ള BJP-യുടെ RSS-ന്റെ ശ്രമങ്ങൾ കേരളത്തിലെ വിലപ്പോകത്തില്ല. വിവേകശാലികളാണ് ഇവിടുത്തെ ജനങ്ങള്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കുന്നത് എനിക്കിപ്പോ മനസ്സിലായി. അതായത് ഡൊമിനിക് പ്രസന്റേഷനും റെജി ലൂക്കോസും ഒക്കെ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വളരെ വ്യക്തമാണ്. അതായത് ഇപ്പോൾ ക്രൈസ്തവർ BJP-യോട് ചേരരുത്,
അവര് നിങ്ങളെ ദ്രോഹിച്ചവരാണ്, ഇനിയും ദ്രോഹിക്കും, അതുകൊണ്ട് വിശ്വസിക്കരുത് എന്നാണല്ലോ പറയുന്നതിന്റെ ചുരുക്കം. കളിച്ചത് മതിയായില്ലേ, പുതിയ അടവാണോ? ക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ തലയ്ക്കകത്ത് തലച്ചോറുള്ളവർ തന്നെയാണ്. അതായത് ക്രൈസ്തവ സമൂഹം മണിപ്പൂരിൽ കടന്നു ചെല്ലുന്നതിന് 800 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കുക്കീസും മെയ്ത്തികളും തമ്മിലുള്ള കലാപം നിലവിലുണ്ട്. ക്രിസ്ത്യാനികൾ അവിടെ എത്തുന്നതിന് മുമ്പ്, ക്രൈസ്തവ മതം മണിപ്പൂരിൽ എത്തുന്നതിന് 800 വർഷം മുമ്പ് കുക്കികളും മെയ്ത്തികളും തമ്മിലുള്ള കലാപമുണ്ട്. അത് ഇന്നും തുടരുകയാണ്. അതിനൊരിക്കലും ക്രൈസ്തവ ഹൈന്ദവ നിറം കൊടുത്തിട്ട് കാര്യമില്ല, അത് കൊടുക്കേണ്ട ആവശ്യവുമില്ല. അവിടെയാണ് വർഗീയത. ശിഷ്യന്മാര് കാരണം എന്റെ കട പൂട്ടാറായി, ഒരു നമ്പർ കേൾക്കുന്നില്ല. മറ്റൊന്ന്, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള 4 സംസ്ഥാനങ്ങളുണ്ട്. ആ 4 സംസ്ഥാനവും ഭരിക്കുന്നത് BJP-യാണ്. അത് BJP തട്ടിയെടുത്തതൊന്നുമല്ല, നോട്ടയ്ക്ക് വോട്ട് കിട്ടിയിട്ടുമല്ല, BJP-ക്ക് വോട്ട് കിട്ടിയിട്ടാണ്. 1 തവണയും 2 തവണയും 3 തവണയും തുടർച്ചയായിട്ട് ഭരിക്കുന്നുണ്ട്. അങ്ങനെ ഭരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അവിടെ അവർക്ക് വോട്ട് കിട്ടിയത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ തൊട്ടടുത്ത് ഗോവയിലെ ക്രൈസ്തവർക്ക് നല്ല ശക്തിയുള്ള ഒരു പ്രദേശമാണല്ലോ, അവിടെ 3 തവണയായിട്ട് BJP തുടർച്ചയായിട്ട് ഭരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ക്രൈസ്തവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. BJP-യെ കാണിച്ച് ഹിന്ദു വർഗീയത പറഞ്ഞ് കലാപം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാൽ ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും വിവരവും വിദ്യാഭ്യാസവും അക്ഷരാഭ്യാസവും ഇവിടുത്തെ ക്രൈസ്തവർക്കുണ്ട്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. സഭാ നേതാക്കന്മാർക്കുമുണ്ട്. അതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ദിവാസ്വപ്നം കാണാം, നോട്ടയ്ക്ക് വോട്ട് കിട്ടും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയെങ്കിലും നോട്ട ജയിച്ച് MLA ആയിട്ടുണ്ടോ? നോട്ട ജയിച്ച് MP ആയിട്ടുണ്ടോ? അതുകൊണ്ട് ക്രൈസ്തവർക്കറിയാം, നോട്ടയ്ക്ക് വോട്ട് ചെയ്ത് ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു MP MLA ഒന്നും അവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് അവർ കൃത്യമായിട്ടുള്ള തീരുമാനമെടുത്തുകൊള്ളും. സഭാധ്യക്ഷന്മാര് പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള മെസ്സേജാണ്. അതാണ് സത്യം. അപ്പോൾ ഈ തരത്തിൽ വർഗീയമായിട്ട് ഇതിനെ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്, അതിന് പിന്തുണ കൊടുത്തത് CPM ആണ്. ഈ വിഷയത്തെ വർഗീയവൽക്കരിക്കാനല്ല BJP ശ്രമിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ വ്യക്തമായി പറഞ്ഞത്, ഇത് മുസ്ലിമിനോ ക്രൈസ്തവർക്കോ ഹിന്ദുക്കൾക്കോ എല്ലാവർക്കും എതിരായിട്ടുള്ള ഒരു നിയമമാണ്. ഇത് ശരീഅത്ത് നിയമമാണ്. 61 ഇസ്ലാമിക രാജ്യങ്ങൾ ലോകത്തുണ്ടായിട്ടും ഒരൊറ്റ ഇസ്ലാമിക രാജ്യത്ത് പോലും ഇതേപോലെ ശരീഅത്ത് നിയമം അടിച്ചേൽപ്പിച്ചിട്ടില്ല. ഇന്ത്യയിലാണ് ഈ ശരീഅത്ത് നിയമം കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നത് 95-ലെയും 2011-ലെയും ഭരണഘടനാ ഭേദഗതികൾ കോൺഗ്രസ് പാർട്ടിയാണ്, കോൺഗ്രസ് ഗവൺമെന്റുകളാണ്. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? അതിന്റെ കാരണം മുസ്ലിം ലീഗിന്റെ മുമ്പിൽ കീഴടങ്ങിയിട്ടുള്ള വർഗീയ പ്രീണനമാണ്. എന്തുകൊണ്ടാണ് കേരളത്തില് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 29 ക്രിസ്ത്യൻ MLA-മാരും 7 ക്രിസ്ത്യൻ MP-മാരും ഉണ്ടായിട്ടും ഇവരെന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന് മാത്രം കീഴടങ്ങിയത്? സംഘടിത വോട്ട് ബാങ്ക് നോക്കുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവ വോട്ട് ബാങ്കിനേക്കാൾ വളരെ വലുതാണ് മുസ്ലിം വോട്ട് ബാങ്ക്. അതുകൊണ്ട് സത്യവും നീതിയും ന്യായവും ക്രൈസ്തവരോടും ഹിന്ദുക്കളോടും ഒപ്പമാണ് എന്ന് വ്യക്തമായിട്ട് കോൺഗ്രസിനും അറിയാം, CPM-നും അറിയാം. പക്ഷെ വോട്ട് ബാങ്ക് ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും കയ്യിലില്ല. വോട്ട് ബാങ്ക് വലുത് മുസ്ലിമിന്റെ ആയതുകൊണ്ട് സത്യത്തെ കൊന്നു കുഴിച്ചു മൂടുകയാണ് കോൺഗ്രസും CPM-ഉം. എന്നിട്ട് വലിയ വോട്ട് ബാങ്ക് ഉള്ളവരെ പിന്തുണയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു സംഗതി ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. നാണം കെട്ട പച്ച വർഗീയതയാണ് കോൺഗ്രസും CPM-ഉം ഇവിടെ കളിക്കുന്നത്. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായി എന്നുള്ളതാണ് ഇന്നിപ്പോൾ CPM-നും കോൺഗ്രസിനും ഇത്ര വലിയ അങ്കലാപ്പുണ്ടായിരിക്കുന്നത്, ഭയമുണ്ടായിരിക്കുന്നത്. ശരി, അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. ഇവിടെ ഇസ്ലാമിക ഫണ്ടമെന്റലിസം ഇവിടെ വളരുമ്പോൾ, അത്തരത്തിലുള്ള ട്രെൻഡുകൾ കാണുമ്പോൾ ഈ 2 കൂട്ടരും അവരോട് ചേർന്ന് നിൽക്കുന്നത് വളരെ വ്യക്തമാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഹമാസിന് വേണ്ടി ഇവര് ഓശാന പാടിയത് ഇവിടെ നമ്മളെല്ലാവരും കണ്ടതാണ്. ഹമാസ് ഭീകരവാദികൾക്ക് വേണ്ടി കളിച്ചത് നമ്മൾ കണ്ടതാണ്. നോക്കൂ, ക്രിസ്ത്യൻ സ്കൂളുകളിൽ കോളേജുകളിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ്. അവിടെയൊന്നും ഈ പറഞ്ഞ കൂട്ടരൊന്നും സപ്പോർട്ടിന് ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം. അത് ശരിയാ. BJP പോലൊരു ഒരു 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 രാഷ്ട്രീയ പാർട്ടി വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നടക്കില്ലായിരുന്നു. എന്തിന്? ഇപ്പോഴുള്ള ഈ വഖഫ് ആക്ടിനെ കുറിച്ചുള്ള ചർച്ചയെങ്കിലും നടക്കുമായിരുന്നു. ഈ ഭീകരമായിട്ടുള്ള ഈ ഒരു അധിനിവേശത്തിന്റെ കാര്യങ്ങൾ, കിരാതമായ നിയമം, നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞ വാക്കാണ് കിരാതമായ നിയമം, കാടൻ നിയമം. ഈ കാടൻ നിയമം വെച്ചിട്ട് 2047 ഇന്ത്യയെ
ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാനുള്ള തന്ത്രം മെനഞ്ഞിരുന്നവര് അത് നടപ്പിലാക്കി പോയേനെ എന്നുകൂടി പറയാതെ വയ്യ.